Dear students, welcome to Learner's World. In this video, I'm going to talk about solved textual questions and activities, Part 4. The Toilet by Ghazir Malop, Unit 2, Winds of Change, and Standard English New Textbook. Previous video, we textbook activities discuss. Let's play with words. Activity 1, read the following conversation. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷൻ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം did you find words that you had entered in my words in this conversation? Identify these words and write them in space below along with the meaning you have guessed. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഒരു വേർഡ് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺവെർസേഷൻ വായിക്കാം. റീന, surely you opened a boutique in the heart of the city, didn't you? Shirley, yes, at last my dream came true, but the premises of the building where my shop is situated are not kept clean. The people in the neighborhood throw garbage into the compound. Next to Reena, really? Why didn't you lodge a complaint? Shirley, I complained to the office bearers of the local residents association. I even briefed the media on the issue. The other day I had a horrible experience. Reena, what happened? Shirley, when I opened the shop, I found a rat munching on an expensive silk saree. It had sneaked into the shop through a hole in the toilet. Reena, oh, that's disgusting. If I were you, I would faint. What did you do? Shirley, with a pounding heart, I rushed out of the shop, screaming. The merchants of the shops nearby came running to the spot, but when they realized that I had screamed on seeing a rat, they were annoyed. I heard one of them even had screamed on seeing rat, even mumbling, "She's crazy. I am planning to move to another spot." Reena, that's be better. It's time for me to leave, dear. Just call me if you need any help. See you. Shirley, see you. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വായിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേർഡ് എഴുതുക, ദെൻ അതിൻ്റെ മീനിങ് എഴുതാം. ഹാർട്ട് എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ഇത് ദ സെൻട്രൽ ഓർ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ സംതിങ് എന്നാണ് മീനിങ്. അതായത് ഇതിൽ പറയുന്നുണ്ട് ദ ബോട്ടിക് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. ആ ഒരു ബോട്ടിക്, ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ആ ഒരു സിറ്റിയുടെ ഹാർട്ടിലാണ്, അതായത് സെൻട്രൽ പാർട്ടിലാണ്, ആ ഒരു സിറ്റിയുടെ മധ്യഭാഗത്താണ് ഈ ഒരു ബോട്ടിക് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മീനിങ്. നെക്സ്റ്റ്, പ്രിമൈസസ്, the land and buildings owned by someone, especially by a company or organization. Premises means ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലാൻഡ് ഒക്കെ ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു കമ്പനിയുടെ ഒക്കെ ഉടമസ്ഥതയിൽ വരുന്നതാണ് പ്രിമൈസസ്. ദെൻ ഗാർബേജ് മീൻസ് വേസ്റ്റ് മെറ്റീരിയലാണ്. ദെൻ ലോഡ്ജ്, ടു മേക്ക് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സംതിങ് ടു എ പബ്ലിക് ഓർഗനൈസേഷൻ ഓർ അതോറിറ്റി. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൽ പറയുന്നുണ്ട് വൈ ഡിഡൻറ്റ് യു ലോഡ്ജ് എ കംപ്ലയിൻറ്റ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തുകൂടാ. അപ്പോൾ ലോഡ്ജ് എന്നുള്ളതിൻ്റെ മീനിങ് ഒരു ഫോർമലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുക ഒരു അതോറിറ്റിക്ക്, അതിനെയാണ് ലോഡ്ജ്. ദെൻ മഞ്ചിങ്, ഈറ്റിംഗ് സംതിങ് വിത്ത് എ കണ്ടിന്യൂസ് ആൻഡ് ഓഫൺ ഓഡിബിൾ ആക്ഷൻ ഓഫ് ദ ജോസ്. മഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തോടു കൂടി എന്തെങ്കിലും തിന്നുന്നതിനെയാണ്. ദെൻ സ്നീക്ക്ഡ്, ടു ഗോ സംവേർ സീക്രറ്റ്ലി, എവിടേക്കെങ്കിലും സീക്രട്ടായിട്ട് പോകുന്നതാണ് സ്നീക്ക്ഡ് മീൻ. നെക്സ്റ്റ്, now prepare a few questions to interview your favorite writer. Don't forget to some research on the author and give short description before preparing the questions. നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് ആദ്യം നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസും തയ്യാറാക്കണം. അതാണ് ക്വസ്റ്റ്യൻ.
എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓതറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നൽകുക. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മളെ ഏർപ്പാടാക്കണം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓതർ നഗീബ് മഹ്ഫൂസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് റൈറ്ററെ എടുക്കാം. നമുക്ക് പഠിക്കാനുള്ള അഗസീന മലോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും റൈറ്ററെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. അവരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അപ്പോൾ നഗീബ് മഹ്ഫൂസ് നമ്മൾ പഠിച്ചിട്ടുള്ള ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയുടെ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ്. നഗീബ് മഹ്ഫൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കെയ്റോ, ഈജിപ്റ്റ് in 1911. He is regarded as one of the most important writers in Arabic literature. He is the first Arab writer to win the Nobel Prize in Literature. He died on 13th August 2006. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. വാട്ട് ഇൻസ്പയർഡ് ടു ബിക്കം ആൻ അറബ് റൈറ്റർ? അദ്ദേഹം ഒരു അറബിക് ലിറ്ററേച്ചറിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു അറബ് റൈറ്റർ എന്നുള്ളത് ആവാൻ അദ്ദേഹത്തിന് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എന്താണ്? ദെൻ ക്യാൻ യു ഷെയർ മോർ അബൌട്ട് ദ പേഴ്സണൽ എക്സ്പീരിയൻസസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് യുവർ സ്റ്റോറി ഹാഫ് എ ഡേ? അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്നത്, അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, ആ ഒരു സ്റ്റോറി എഴുതാൻ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ചോദിക്കാം. ദെൻ വാട്ട് ഡു യു ഹോപ്പ് റീഡേഴ്സ് ടേക്ക് അവേ ഫ്രം യുവർ സ്റ്റോറീസ്, എസ്പെഷ്യലി ദോസ് ലൈക്ക് ഹാഫ് എ ഡേ? ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് റീഡേഴ്സിന് എന്താണ് അവർക്ക് എന്താണ് കിട്ടേണ്ടതെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, താങ്ക്